ഹലോ ഇറ്റ്സ് മീ തുഫ്സിറ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ ഈ സേവ് ദി ഡേറ്റ് വീഡിയോയിൽ കാണുന്ന ഒരു കാർഡാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹൗസ് വാമിങ്ങിൻ്റെ സേവ് ദി ഡേറ്റ് വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഈ സേവ് ദി ഡേറ്റിനും പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം വർക്സിനൊക്കെ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് A5 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. A5 ബ്ലാങ്ക് പേജ് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പിക്ചറുള്ള ഒരു A5 ഡോക്യുമെൻറ്റിലുള്ളത് എടുക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇതിൽ ബ്ലാങ്ക് ഇല്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിലുള്ള പിക്ചേഴ്സ് നമുക്ക് ഡിലീറ്റ് ആക്കിയിട്ട് ആ ഒരു സൈസിൽ കറക്റ്റ് ആക്കി കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ അത് ഒരു ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിലുള്ള പിക്ചേഴ്സുകളൊക്കെ നമുക്ക് അതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ സെലക്ട് ആവും. അപ്പോൾ അതിൽ ഡിലീറ്റ് കൊടുത്താൽ മതി. താഴെ ഡിലീറ്റ് എന്ന് വരും. അപ്പോൾ അത് കൊടുത്താൽ ആ ഫോട്ടോസുകളൊക്കെ ഡിലീറ്റ് ആവും കേട്ടോ. ഓരോന്നായിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കി കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. അതിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും അതിൽ. അപ്പോൾ താഴെ എന്താ പറയുക ഇതുണ്ടാവും കളറ്, അത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ താഴെ ഗാലറിയിൽ നിന്നുണ്ടാവും. അതിൽ പോയിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ സേവ് ദ ഡേറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു വീടിൻ്റെ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. ഒരു 3D ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ് ഈ ഒരു ഫ്ലവറും ഫ്രെയിമിനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും ഫ്ലവറും സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യൽ. അപ്പോൾ അത് കുറേ പേര് ചോദിക്കലുണ്ട് ഈ ഫ്ലവർ എവിടെ നിന്ന് എടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാതെയാണ് ചോദിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ഒക്കെ എടുക്കലുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വീട് ആരുടേതാണോ അവരുടെ നെയിം കൊടുക്കാം. രണ്ടാളുടെയും നെയിം കൊടുക്കുക. പിന്നെ മക്കളുടെ നെയിം വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇതിന് പകരം നമുക്ക് വെഡ്ഡിങ് വീഡിയോയും അതേപോലെ റെഡിയാക്കാം. മുകളിൽ കപ്പിൾസിൻ്റെ ഫോട്ടോ കൊടുക്കുക, താഴെ അവരുടെ പേര് കൊടുക്കുക, പിന്നെ വി ആർ ഗെറ്റിംഗ് മാരീഡ് അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ രണ്ടാളുടെയും പേര് കൊടുത്തിട്ട് ഓഫ് ദെയർ നെസ്റ്റ് ഓൺ എന്നാണ് ഡേറ്റ് വെച്ചാൽ അതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഫോണ്ട് കളറ് ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു ഇപ്പോൾ ഇതൊരു ഗ്രീൻ തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കേട്ടോ. അപ്പോൾ അധികം ഞാൻ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫുള്ള് കാർഡുകളും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം ഈ കാർഡുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടൈം എടുത്തിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അത്രയും നേരം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് അതൊരു ഇതല്ലല്ലോ. അപ്പോൾ അത് ഞാൻ സേവ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ക്യാൻവ ആപ്പിൽ തന്നെ A4 ഡോക്യുമെൻ്റാണ് എടുക്കുന്നത്. മുകളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ A4 ഡോക്യുമെൻ്റ് വരും. അതിൽ ബ്ലാങ്ക് പേജ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഗാലറി പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ A4 എടുക്കാനുള്ള കാരണം എനിക്ക് A5 ആ ഒരു സൈസിൽ തന്നെ കിട്ടണമെന്നുണ്ട്. അപ്പോൾ A4ൻ്റെ ഒരു പകുതി, ഏകദേശം പകുതിയാണ് A5. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ A4ൽ നമുക്കൊരു A4 പേജ് നമുക്ക് മനസ്സിലൊന്ന് കരുതിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് A4 എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. A5 ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ A4ൽ എടുത്തിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യലാണ്. പിന്നെ പിന്നെ ബാക്കി ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കാർഡുകളാണ് കേട്ടോ. കലണ്ടർ, പിന്നെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഇൻഷാ അല്ലാ, അങ്ങനെ നമുക്ക് A4ൽ എങ്ങനെയൊക്കെയാണ് A4ൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓരോ കാർഡുകളും എത്ര വലിപ്പം ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ നമുക്ക് ആ A4 ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കലണ്ടറൊക്കെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കലണ്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു A4ൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ വേറൊരു A4 ഡോക്യുമെൻറ്റും കൂടെ എടുക്കുന്നുണ്ട്. ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സേവ് ദ ഡേറ്റിന് ബാക്കിയുള്ള കാർഡുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഇത് രണ്ടും കഴിഞ്ഞിട്ട് 2 A4 ഡോക്യുമെൻ്റാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സേവ് ദ ഡേറ്റ് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും പിന്നെ നമുക്ക് സേവ് ആക്കിയിട്ട് പിന്നെ A3 പോയിട്ട് A3 ഡോക്യുമെൻറ്റിൽ ഈ 2 A4 സൈസും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കപ്പിൾസ് ഫോട്ടോസൊക്കെ പിന്നെ ബാക്കിയുള്ള പേജിൽ നമുക്ക് പിന്നീട് വെഡ്ഡിങ് സേവ് ദ ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് കപ്പിൾസിൻ്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ ഒഴിവുള്ള ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് A3 ഡോക്യുമെൻറ്റിൽ 2 A4 സൈസും ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക. കാരണം ഒരു A3യിൽ 2 A4 ഡോക്യുമെൻറ്റിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ലല്ലോ A3 ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്നുള്ളത്. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു സേവ് ദ ഡേറ്റ് കാർഡുകൾ വെച്ചിട്ടുള്ള വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ. ഇപ്പോൾ അധികം പേരും സേവ് ദ ഡേറ്റ് കാർഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ റീപ്ലൈ തരും. ഓക്കെ, താങ്ക് യു.